CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരും. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയേക്കും. കൂടുതൽ വിവരങ്ങൾ AK സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ വിശദാംശങ്ങൾ ഇന്ന് പാർട്ടി സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോഴും വ്യക്തിപരമായി ഞാൻ കരുതുന്നത് അത്തരത്തിലൊരു വിശദീകരണം ഇനി പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വളരെ വിശദമായി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതൊരു താത്വിക അവലോകനത്തിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത. അതായത് ഞാൻ കാണുന്ന നിങ്ങൾ ശരിക്കുള്ള നിങ്ങളല്ല എന്ന് പറയുന്നത് പോലെ ആ തരത്തിലേക്കൊക്കെയുള്ളൊരു അവലോകനമായിരിക്കാം. ഏതായാലും മൂത്തി, മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൂടുതലൊന്നും തന്നെ പറയാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി പറയാനുള്ളത് CPIക്കാണ്. ഇപ്പോൾ ഏതായാലും CPI ഒരു പരസ്യ പ്രതികരണത്തിലേക്കൊന്നും നീങ്ങാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. കാരണം നമ്മൾ അല്പം മുമ്പ് കണ്ട വാർത്ത മുഖ്യമന്ത്രിയുടെ ചിരിയായിരുന്നു. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി ഈ ചോദ്യങ്ങളെല്ലാം ചിരിച്ചു തള്ളിയപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്, കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് CPI ആണ്. കാരണം ഒരു ആഴ്ച മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, MR അജിത് കുമാറിന് ഇനി അധിക നാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ഇത് പറയുന്നത് CPI ആണ് എന്ന് വളരെ ശക്തമായ ഒരു നിലപാട് അവർ എടുത്തു. പക്ഷേ എന്നാലും ഇപ്പോഴും മുഖ്യമന്ത്രി ആ കടുംപെട്ട് തന്നെ തുടരുകയാണ്. ഇന്നലെ നടന്ന പാർലമെന്ററി കക്ഷി നേതാക്കളുടെ യോഗത്തിൽ കടുത്ത വിമർശനം CPIയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. എങ്കിലും അജിത് കുമാറിനെ മാറ്റേണ്ട എന്നൊരു നിലപാട് തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ ഉറച്ച് നിൽക്കുമ്പോൾ വലിയ തോതിലുള്ളൊരു പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് മുന്നണി നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും RJDയുടെ ഭാഗത്തു നിന്നും NCPയുടെ ഭാഗത്തു നിന്നും CPIയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഇങ്ങനെ അജിത് കുമാറിനെ മാറ്റണമെന്ന് നിരന്തരമായി ആവശ്യമുയരുമ്പോഴും താൻ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന ആ ഒരു നിലയിൽ തന്നെ താൻ പറയുന്നതാണ് ശരി, MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതിൽ ഒരു കാര്യം മാത്രമാണ് പ്രത്യേകിച്ചും വ്യക്തമാകുന്നത്, അതായത് മുഖ്യമന്ത്രി ഏതായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുത്തി തീർക്കാൻ ഉള്ളൊരു ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഇനിയും അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ പരസ്യ പ്രതിഷേധങ്ങളിലേക്കൊക്കെ യുവജന സംഘടനകൾ, പ്രത്യേകിച്ചും AYF പോലെയുള്ള യുവജന സംഘടനകളൊക്കെ അങ്ങനെ പരസ്യമായ ഒരു പ്രതിഷേധങ്ങളിലേക്കൊക്കെ നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം CPI ഒക്കെ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇനി നിയമസഭ തുടങ്ങാനിരിക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനങ്ങളിലും പ്രതിപക്ഷം ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കും. അവിടെ CPI അംഗങ്ങളുടെ നിലപാട് എന്ത് ആണ് എന്നുള്ളതും ഏറെ നിർണായകമാണ്. തീർച്ചയായിട്ടും സ്റ്റെഫിൻ.